നിർബന്ധിത ഗർഭചിത്രത്തിന് യുവതിയെ പ്രേരിപ്പിച്ച സംഭവത്തിൽ രാഹുലിനെതിരെ പരാതി. പാലക്കാട്ടെ മഹിളാ മോർച്ച പ്രവർത്തക അശ്വതി മണികണ്ഠനാണ് പരാതി നൽകിയത്. ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ, ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. നിർബന്ധിത ഗർഭചിത്രത്തിന് യുവതിയെ പ്രേരിപ്പിച്ച സംഭവത്തിൽ വലിയ പരാതി രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നു. ആ പരാതി രേഖാമൂലം നൽകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നുള്ള ആവശ്യം ഒരു വശത്ത് ശക്തമാവുമ്പോൾ രാഹുലിനെതിരെ പരാതിയും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ പറഞ്ഞിരുന്നത് തനിക്കെതിരെ പരാതി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ നിർബന്ധിത ഗർഭചിത്രത്തിൻ്റെ സംബന്ധിച്ച ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. പാലക്കാട്ടെ മഹിളാ മോർച്ച പ്രവർത്തകയായ അശ്വതി മണികണ്ഠനാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത്. ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ, ഒപ്പം തന്നെ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിങ്ങനെ 3 ഇടങ്ങളിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ ഏറ്റവും ഒടുവിലായി രാഹുലിനെതിരെ പുറത്തു വന്നിട്ടുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ രാഹുലും ഒരു യുവതിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശം, അതിൽ കൃത്യമായിട്ട് തന്നെ രാഹുൽ ആ യുവതിയെ നിർബന്ധിക്കുകയാണ് ഗർഭചിത്രത്തിന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ രാഹുൽ ആ യുവതിയോട് സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ കൃത്യമാണ് രാഹുൽ നമ്മുടെ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അതീതമായി, അല്ലെങ്കിൽ നമുക്കറിയാം നിർബന്ധിത ഗർഭചിത്രം നടത്തുന്നത് കുറ്റകരമായ കാര്യമാണ് എന്ന് ഇരിക്കെയാണ് രാഹുൽ ഒരു യുവതിയോട് ഇത്തരത്തിൽ ഫോണിലൂടെ നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ളതാണ്. ഏതൊരു വ്യക്തി ചെയ്താലും ഇത് വലിയ കുറ്റമാണ് എന്നിരിക്കെ ഒരു ജനപ്രതിനിധിയാണ്, പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് ഇത്തരത്തിൽ പറയുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും രാഹുലിനെതിരെയുള്ള പരാതികൾ, നേരത്തെ നിലിമ പറഞ്ഞതുപോലെ തന്നെ പരാതികൾ ഓരോന്നും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നും ഈ KSUവിലെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഏറ്റവും ഒടുവിലായി വന്ന പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയും സമാന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഓഡിയോ ശകലങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും രാഹുലിൻ്റെ രാജിയിൽ സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിലും ആ രാജി പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടെ രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് രാഹുലിന് ഏതൊക്കെ തരത്തിലുള്ള പിന്തുണ പാർട്ടിയിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ നിന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തേണ്ട എന്നുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നും രാഹുലിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി MP സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മഹത്തായ പ്രസ്ഥാനമാണെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സുബ്രഹ്മണ്യൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വലിയ നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ നേതൃത്വത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലായാലും യൂത്ത് കോൺഗ്രസിനുള്ളിലായാലും ഒക്കെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിൻ്റെ രാജി വേണമെന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണുള്ളത്. കാരണം പാർട്ടിക്ക് ഇതിങ്ങനെ ചീത്തപ്പേരാണ്. ഈ രാഹുലിനെയും കൊണ്ട് നടക്കുമ്പോൾ അത് പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. അതിൽ നേതാക്കൾ ഒരു മറുപടി പോലും പറയാൻ കഴിയാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ് എന്നുള്ള പൊതുവെ വിമർശനം പാർട്ടിക്കകത്തുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നതാണ് ഈ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MP സുബ്രഹ്മണ്യനാണ്. യൂത്ത് കോൺഗ്രസ് മഹത്തായ പ്രസ്ഥാനമാണെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്നുമാണ് സുബ്രഹ്മണ്യൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. രാഹുലിനെ ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പാലക്കാട്ടെ കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിലും രാഹുലിനെതിരെയുള്ള നീക്കം ശക്തമാവുന്നതിനിടെയാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ MP സുബ്രഹ്മണ്യൻ എന്നതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ, വലിയ വിമർശനങ്ങൾ, വലിയ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുകയാണ്. MLA സ്ഥാനം രാജിവെക്കണം എന്ന അഭിപ്രായമാണോ അങ്ങേക്കുള്ളത്? ഇത്തരത്തിലൊരു വലിയൊരു ചർച്ച കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉയരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉയരുമ്പോൾ
ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും ഇത്തരത്തിലൊരു ഒരു പ്രതിസന്ധി ഉയരുമ്പോൾ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടാവണം, എടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. യെസ്, അതായത് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാതൃക കാണിക്കണം എന്നതാണ് ഈ നിമിഷത്തെ ആവശ്യം. ഇത് സമാനമായി ചിന്തിക്കുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിൽ മറ്റ് നേതാക്കൾ, മറ്റ് പ്രവർത്തകരൊക്കെ ഈ ആവശ്യം ഉന്നയിക്കുന്നതായി അങ്ങേക്ക് അറിയാമോ? മറ്റുള്ള പല ഭാഗത്തു നിന്നും പല ആവശ്യങ്ങളും പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അനുഭാവികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പിന്നെ CPIM നിന്നും അതുപോലെ തന്നെ BJP നിന്നും വളരെ വേറിട്ട് നിൽക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതിനകത്ത് യുക്തമായിട്ടുള്ള ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടുള്ള നേതൃനിരയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിൽ വരുമ്പോൾ യുക്തമായിട്ടുള്ള തീരുമാനം കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വത്തിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത്.